അട്ടപ്പാടി കരിവടത്ത് വ്യാപകമായ കൃഷി നശിപ്പിച്ച് കാട്ടാനക്കൂട്ടം. ഇല്ലിക്കൽ സജിയുടെ ഒരേക്കർ കപ്പകൃഷിയാണ് കഴിഞ്ഞ 3 ദിവസമായി കാടിറങ്ങുന്ന കാട്ടാനക്കൂട്ടം പൂർണ്ണമായും നശിപ്പിച്ചത്. കരിവടത്തും പരിസരത്തും വ്യാപകമായാണ് കൃഷി നശിപ്പിച്ചിരിക്കുന്നത്. വനംവകുപ്പെത്തി ആനയെ തുരത്തിയിട്ട് മടങ്ങുമ്പോൾ ഉടൻ തന്നെ വീണ്ടും അതേ സ്ഥലത്ത് കാട്ടാനക്കൂട്ടം തിരിച്ചെത്തുന്നു എന്നതും ആശങ്കയാണ്. 5 ദിവസം മുമ്പ് ചീരക്കടവിൽ മല്ലൻ എന്ന ആദിവാസി കാട്ടാന ആക്രമണത്തിൽ മരിച്ചിരുന്നു. 1 മാസം മുമ്പ് സ്വർണഗദ്ദയിൽ വിറക് ശേഖരിക്കുന്നതിനിടെ ആദിവാസി വൃദ്ധൻ കാട്ടാനാക്രമണത്തിൽ മരണപ്പെട്ടിരുന്നു. അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണവും കൃഷിനാശവും വർദ്ധിച്ചു വരികയാണ്. 3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ആന ഇറങ്ങിയിരിക്കുകയാണ്. 1.5 ഏക്കർ കപ്പ വെച്ചതാണ്. 1 ഏക്കർ പോയി, 1/2 ഏക്കർ ഉണ്ടാവും. അത് ഇന്നും കൂടെ രാത്രി ഇറങ്ങി കഴിഞ്ഞാൽ തീർന്നു. ബാറ്ററിയും കറണ്ടും എല്ലാം വെച്ചതാ. ഇന്നും പണിക്കാർ ഇന്നും എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷേ പോസ്റ്റൊക്കെ വന്നിട്ട് ചവിട്ടി മറിക്കുകയാണ്. വേറെ ഒരു നിവൃത്തിയില്ല. ഇന്നും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാങ്ക് ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ജെ ലോണാണ്. ഇനി ഒരു നിവൃത്തിയില്ല. ഇന്നും കൂടെ ഇറങ്ങിയോ പിന്നെ ഈ പറമ്പിൽ തന്നെ തൂങ്ങി മരിക്കാനെ. വേറെ ഒന്നുമില്ല. തൂങ്ങി മരിക്കാനെ. പിന്നെ എന്ത് ചെയ്യും? ഈ ബാങ്കിലെ കടമൊക്കെ എന്ത് ചെയ്യും? ആര് വീട്ടും? ഒന്നും ചെയ്യാനില്ല. എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട്. തുടർച്ചയായിട്ട് 3 ദിവസമായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇന്നലെ ഇറങ്ങി, മിനിയാന്ന് ഇറങ്ങി, മുമ്പിൽ ഇറങ്ങി. ഫോറസ്റ്റുകാർ വന്ന് ഓടിക്കും. ഫോറസ്റ്റുകാർ പോയി കഴിഞ്ഞാൽ വീണ്ടും ആന തിരിച്ചു തന്നെ വരും. അവർ ഓടിച്ചാലൊന്നും ഓടുന്നില്ല. കാരണം ഒറ്റയുണ്ട്, പിന്നെ ഒരു 3 ആന കൂട്ടമുണ്ട്. 3 ഒറ്റയും പോയിട്ടുണ്ട്. 3 എണ്ണം ഉണ്ട്. 4 എണ്ണം, മൊത്തം 4 എണ്ണം ഉണ്ട്. അവർ ഓടിച്ച് കയറ്റി വിട്ടിട്ട് കയറ്റി പോയി കഴിഞ്ഞാലും അവർ പോയോ വീണ്ടും വരും. ഇതാ ഇപ്പോൾ റോഡ് സൈഡ് ഇപ്പോൾ സാറ് തന്നെ കണ്ടില്ല. റോഡിന് മൊത്തം കമ്പി കെട്ടണം. കമ്പി കെട്ടുന്ന കാര്യമില്ല. പോസ്റ്റൊക്കെ ചവിട്ടി മറിച്ചിട്ട് ഇറങ്ങുവാണ്. എന്ത് ചെയ്യും? UTV ന്യൂസ്, പാലക്കാട്.